സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് വൈകും. റിയാദ് ക്രിമിനൽ കോടതിയിൽ വാദം പൂർത്തിയായെങ്കിലും മോചന ഉത്തരവ് ഉണ്ടായില്ല. വരുന്ന സിറ്റിംഗിൽ കേസ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീം നിയമസഹായ കമ്മിറ്റി അറിയിച്ചു. 2006 സൗദി ബാലന്റെ കൊലപാതക കേസിൽപ്പെട്ട് അബ്ദുൾ റഹീം സൗദി ജയിലിലാകുന്നത്. സൗദി ബാലൻ അനസ് അൽ ഷാഹിരി മരിച്ച കേസിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് വിധി പ്രസ്താവിക്കാതെ മാറ്റിവെച്ചു. പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയുന്നത് ഡിസംബർ 12 മാറ്റിവെക്കുകയും ചെയ്തു. റിയാദ് നിയമസഹായ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. റഹീമിന്റെ കുറ്റസമ്മതമൊഴി, റഹീമിനെതിരെ രണ്ടാം പ്രതി നസീർ നൽകിയ മൊഴി, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി, ഫോറൻസിക് പരിശോധന, മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്നിവയാണ് കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. ഇത് വിശദമായി പഠിച്ച ശേഷമാണ് റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും പരിഗണിച്ചത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ഖണ്ഡിച്ച് റഹീമിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച വിശദാംശങ്ങളാണ് കോടതി ഫയലിൽ സ്വീകരിച്ചത്. റഹീമും മരിച്ച സൗദി ബാലനും തമ്മിൽ മുൻ വൈരാഗ്യമില്ലെന്നും അബദ്ധത്തിൽ മരണം സംഭവിച്ചതാണെന്നും കേസിൽ 18 വർഷത്തെ ജയിൽ ശിക്ഷ റഹീം അനുഭവിച്ചു കഴിഞ്ഞെന്നും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. അടുത്ത സിറ്റിംഗിൽ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലീഗൽ കോർഡിനേറ്റർ ഒസാമ അൽ അംബർ അറിയിച്ചു. 2016 സൗദിയിൽ ഡ്രൈവറായി ജോലിക്കെത്തിയ അബ്ദുൾ റഹീം കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ഒട്ടേറെ നിയമ നടപടികൾക്കൊടുവിൽ 34 കോടി രൂപ ദിയാധനം കൈപ്പറ്റി മരിച്ച സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയതോടെ ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കുകയായിരുന്നു. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 3ാം തവണയാണ് റഹീമിന്റെ മോചന ഹർജി കോടതി മാറ്റിവെക്കുന്നത്. കനകലാൽ, ജനം, സൗദി അറേബ്യ.